എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കുള്ള റോഡിൽ നമ്മുടെ ഈ മഡോണ പുകപരിശോധന കേന്ദ്രമുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ ചാക്കപ്പൻ മകൻ ജോണി എന്ന് പറയുന്ന ചേട്ടൻ, അദ്ദേഹം സൈക്കിൾ ചവിട്ടി പോരുന്ന സമയത്ത് ഒരു ഇന്നോവ കാർ ഇടിക്കുകയും സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. ഏകദേശം 8 മണിയോട് അടുത്ത സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ സൈക്കിളല്ലാതെ മറ്റൊരു വാഹനം ഉപയോഗിക്കാറില്ല, സൈക്കിൾ ചവിട്ടിയാണ് പോകാറ്. സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് വരുന്ന വഴി ഇപ്പോൾ എൻ്റെ ഞാൻ നിൽക്കുന്ന ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റിൻ്റെ പിറക് വശത്തായിട്ട് സൈക്കിൾ എത്തുന്ന സമയത്താണ് പിറകിൽ നിന്ന് ഇന്നോവ കാർ വന്നിരിക്കുന്നത്. ഈ ഇന്നോവ കാറിൽ ഏകദേശം 7ഓളം പേരുണ്ടായിരുന്നു. ഒരട്ടി സ്വദേശി റെന്റിന് കൊടുത്ത വാഹനമാണ് ഇത്. കോഴിക്കോട് രജിസ്ട്രേഷനാണ് ആദ്യം, പിന്നീട് ഇത് സെക്കൻഡ് എടുത്തിരിക്കുന്ന എറണാകുളം രജിസ്ട്രേഷനിലാണ്. ആറ്റപ്പാടം സ്വദേശിയായിട്ടുള്ള ഈ കാറിലുണ്ടായിരുന്ന ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഏകദേശം ഒരു 8 മണിയോട് കൂടി എൻ്റെ പിറകിൽ കാണുന്ന ഈ പോസ്റ്റിൻ്റെ ഭാഗത്ത് എത്തി കഴിയുമ്പോൾ ചേട്ടൻ സൈക്കിൾ ചവിട്ടി ഇങ്ങോട്ട് വരായിരുന്നു. അതിൻ്റെ പിറകിൽ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഏറ്റവും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന സംഭവം, ഒരു സൈക്കിളിൽ വന്നിടിച്ച ഇന്നോവ കാറിൻ്റെ സൈഡ് ഭാഗത്തുള്ള പാർട്സുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ടാറിട്ട ഭാഗത്തു നിന്ന് മാറി ഇന്നോവ കാറിൻ്റെ സഞ്ചരിച്ച പാടും കാണാൻ സാധിക്കും. ഇവർ മദ്യലഹരിയിലായിരുന്നോ എന്നുള്ളത് നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെ സമീപവാസികളായ ആളുകൾക്കൊക്കെ തന്നെ വലിയ സംശയമുണ്ട്. കാരണം ഇതേ ഇന്നോവ കാർ തന്നെ തൊട്ട് മുൻപായിട്ട് ഈ ചേട്ടൻ ഇടിക്കുന്നതിനേക്കാളും തൊട്ട് മുൻപ് വേറെ ഒരാൾ ഇടിക്കാൻ വേണ്ടി വന്നു. സൈഡ് മിററിലൂടെ കണ്ടതുകൊണ്ട് അവിടെ നിന്ന് മാറിയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇടിക്കാണ്ട് പോയത്. ഇപ്പോൾ ഈ ഇടി കഴിഞ്ഞതിന് ശേഷം ഈ ഇന്നോവ കാർ നിർത്താതെ പോയി. അതിനുശേഷം നേരത്തെ ഇടിക്കാൻ പോയ ആ സുഹൃത്ത് വേറൊരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയായിട്ടാണ് അന്വേഷിച്ചപ്പോഴാണ് ഈ വാഹനത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ വിശേഷ ദിവസങ്ങളിൽ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ ആരുടെയൊക്കെ ജീവൻ എടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇന്ന് ജോണി ചേട്ടൻ എന്ന് പറയുന്നത് അയാൾ സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് പോരുന്നൊരു മനുഷ്യൻ്റെ പിറകിൽ വന്ന് ഈ ഇന്നോവ കാർ ഇടിക്കുന്ന CCTV ദൃശ്യം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്യന്തം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാൽനട യാത്രികർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതി. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ, ഈ വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ, പോലീസ് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ റോഡിൽ ഇന്നലെ 8 മണിയോട് കൂടി തന്നെയാണ് കൂടപ്പുഴ സ്വദേശിയുടെ പടിയൂക്കാരൻ ചാക്കപ്പൻ മകൻ ജോണിച്ചേട്ടൻ 71 വയസ്സുന്ന ആൾക്ക് ഈ ദാരുണമായ അപകടമുണ്ടാകും. പിറകിൽ വന്ന് ഈ സൈക്കിൾ ഇടിച്ച് തെറിപ്പിച്ച് സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഈ ജോണിച്ചേട്ടൻ ആശുപത്രിയിലേക്ക് എത്തിച്ച കോട്ട സ്വദേശിയായിട്ടുള്ള ഷിറോൺ നമ്മോടൊപ്പം ഉണ്ട്. ഷിറോൺ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഷിറോണായിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നലെ സംഭവം നടന്ന സ്ഥലത്ത് എൻ്റെ പേര് ഷിറോൺ എന്നാണ്. ഒരു പോട്ടയിൽ പോട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ പോട്ടയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരാൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ പോസ്റ്റിൻ്റെ സൈഡിൽ ഒരാൾ കിടക്കുകയാണ്. ആള് നെറ്റിയുടെ അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, ബാക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആളുടെ ഈ നെഞ്ചിൻ്റെ സൈഡിൽ ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ കണ്ടപ്പോൾ വലിയ കാര്യമായിട്ടും തോന്നിയില്ല. അപ്പോൾ എന്താണ് കാര്യാന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു ഇന്നോവക്കാരൻ, അതിലൊരു 7ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ അവർ വന്നത് അവരുടെ പന്തില്ലാത്തൊരു വരവായിരുന്നു. എൻ്റെ സുഹൃത്തിനാണ് ഇവർ ആദ്യം വണ്ടി ഇടിക്കാൻ വന്നത്. അതും ഈ ഭാഗത്ത് തന്നെ ഈ മെഡോണാസിന്റെ ഫ്രണ്ടിലേക്ക് റോഡിൽ നിന്ന് ഇറങ്ങി, ഇവർ ഈ റോഡിൽ ട്രാക്കിൽ നിന്ന് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി വണ്ടി. അത് അവിടെ പാടുകളുണ്ട്. മണ്ണിലേക്ക് ഇറങ്ങി. ആ മണ്ണിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇവൻ ബാക്കിലും മിററിൽ കൂടെ വണ്ടി കണ്ടു. മിററിൽ കൂടെ വണ്ടി കണ്ടപ്പോൾ ഇവൻ വണ്ടി സൈഡാക്കി, ഇവനെ ഇടിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ സൈക്കിളിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ചിട്ട് ഇവർ നിർത്താതെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവന്റെ ബാക്കിൽ വേറെ 2 ചേട്ടന്മാരും കൂടി ഉണ്ടായിരുന്നു. അവർ ഫോട്ടോ ഭാഗത്ത് വരായിരുന്നു. അവർ സ്പോട്ടിൽ തന്നെ വണ്ടി നമ്പർ കിട്ടാത്ത കാരണം അവർ വണ്ടി നമ്പർ ട്രേസ് ചെയ്യാൻ പോയി. അവരൊരു ചെറിയൊരു അധികം സ്പീഡൊന്നും ഇല്ലാത്ത വണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ കൂടെ പോയി ചാലക്കുടി സൗത്ത് എത്തിയപ്പോഴേക്കും അവർ വണ്ടിയുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വീണ്ടും അങ്കമാലി സൈഡിലേക്കാണ് പോയത്. അങ്കമാലി സൈഡിൽ പോയി അവർ വീഡിയോ എടുത്ത് വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നു. ഞങ്ങളുടെ അപ്പോഴേക്കും നമ്മൾ ആംബുലൻസും പോലീസിനെയൊക്കെ അറിയിച്ചാൽ പോലീസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നീട് വേറെ നമ്പറിൽ നിന്ന് നമ്മൾ പോലീസിനെ വിളിച്ചു, കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ അപ്പോഴേക്കും ആംബുലൻസ് വന്നു, ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ നമ്മൾ ഈ വണ്ടി നമ്പർ ട്രേസ് ചെയ്ത് KL 11 AB 60 ആ നമ്പറാണ്. അപ്പോൾ നമ്മളത് അപ്പോൾ തന്നെ പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ഇന്ന് രാവിലെ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. രാവിലെ ഇത് കണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് മെസ്സേജ് ഉണ്ടായിരുന്നു. അത് എൻ്റെ കസിനാണ്, ആളുടെ ഫാദറിൻ്റെ ചേട്ടനാണ്, ആൾ മരിച്ചു എന്ന് പറഞ്ഞു. നമുക്കത് വല്ലാത്തൊരു വിഷമമായി. കാരണം നമ്മളിങ്ങനെ അത് ആംബുലൻസിലേക്ക് കയറ്റി വിട്ട ആൾ പെട്ടെന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് ആകെ എന്തോ ഇതായി. അപ്പോൾ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താണ് കണ്ടതെന്ന് അറിയിക്കാൻ വേണ്ടി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഈ കാർ അവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കിടന്ന് നമ്മൾ കാറ് ഇങ്ങനെ നോക്കണം കണ്ടപ്പോൾ സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസും എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും റോഡിൽ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് അവിടെ കിടക്കണം കണ്ടപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് വേറെ ഒരു 2 പോലീസുകാർ എന്താ പ്രശ്നം, എന്താണ് നിങ്ങൾ കാറ് നോക്കണം നോക്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ രാത്രി തന്നെ അതിൽ ഒരാളെ വിളിച്ച് വണ്ടി ട്രേസ് ചെയ്ത് ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കിട്ടിയ ആൾ ആറ്റപ്പാടത്തുള്ള ഒരു സ്വദേശിയാന്ന് പറഞ്ഞു. ആൾക്കിപ്പോഴും ഒരു ബോധം വന്നിട്ടില്ല. ആളിപ്പോഴും ഇങ്ങനെ മദ്യലഹരിയിൽ നിന്ന് വിടാതെ ആണ് ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോഴേ വണ്ടി കറങ്ങി പോകുന്നുണ്ട്. മദ്യപാനാണോ വേറെ ലഹരിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവർ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞു കൊടകരയിൽ ഉള്ള ഒരു പയ്യനാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവർ വഴി
വരുമെന്നാണ് പറഞ്ഞത്, സ്റ്റേഷനിലേക്ക് വരുന്നതാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി അവിടേക്ക് ഇവിടേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, കുന്നംകുളത്തേക്ക് അത് കഴിഞ്ഞിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പൈലപ്പഞ്ചാണ്ട് വീടിൻ്റെ സൈഡിലുള്ള ഒരു വഴിയിലേക്ക് ഇവർ വണ്ടി കയറ്റിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു. പോലീസുകാർ വന്ന് അത് നോക്കിയായിരുന്നു, നോക്കിയിട്ട് പോയിപ്പോൾ ലോക്കായിരുന്നു, വണ്ടി എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഇവർ വന്നപ്പോൾ ആ വണ്ടി അവിടെ ഇല്ല, ഇവരെടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പിന്നെ പരിവാഹനിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ വണ്ടിക്ക് 12 ചലാനുണ്ട്, 6 ചലാൻ ബാക്കിയുണ്ട്, 6th ഓണറാണ്. പിന്നെ കോഴിക്കോട് നിന്ന് ബ്ലാക്ക് ലിസ്റ്റുള്ള വണ്ടിയാണ്. ഇപ്പോൾ രജിസ്റ്റർ ഇപ്പോൾ NOC പോയി കൊടുത്തേക്കുന്നത് എറണാകുളത്തേക്കാണ്, അതൊക്കെ അറിയാൻ സാധിച്ചു. എന്തായാലും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ സ്റ്റേഷനിൽ പോയതും. എൻ്റെ കൂടെ ആദ്യം കണ്ട പയ്യനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയി അവിടെ മൊഴി കൊടുത്തത്.